ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തു മാനേജർ സ്കൂളിൽ പോയി ലൈറ്റ് ഷോ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇന്നാണ് ഞങ്ങൾ കാണാൻ പോകുന്നത്. എല്ലാ പ്രാവശ്യത്തും പോലെ ഇന്ന് ഞങ്ങൾ സ്റ്റാൻഡിൽ ഇറങ്ങി ഓട്ടോയിലല്ല പോയത്. കാരണം ഓട്ടോ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. എല്ലാവരും എവിടെ പോയെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചു. കുറച്ച് ദൂരം ഉണ്ടെങ്കിലും നമ്മൾ ഡ്രസ്സായിട്ട് നടക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ലൈറ്റ് ഷോയ്ക്ക് സമയമാവാത്തത് കൊണ്ട് ഞങ്ങൾ നേരെ SM സ്ട്രീറ്റിലേക്കാണ് പോയത്. ലൈറ്റ് ഷോ 6 മണിക്ക് ശേഷമാണെന്നാണ് അറിഞ്ഞത്. സോ ഞങ്ങൾ അതുവരെ ഇവിടെ കുറച്ച് കറങ്ങി. പിന്നെ 5:30 ശേഷമാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ എത്തിയത്. നിറയെ ആൾക്കാർ അപ്പം തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഉള്ളിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ പോയി കുറച്ച് നേരം ഇരുന്ന് ലൈറ്റ് ഷോ ഒക്കെ തുടങ്ങുന്ന സമയത്ത് ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളെക്കാൾ മുന്നേ ഇവിടെ വന്ന് പോയ ഒരാളുണ്ട് കേട്ടോ, ശ്രീ. അപ്പോൾ അവൾ പറഞ്ഞു ഇവിടെ ഒരു ചൗച്ചോ എന്ന് പറഞ്ഞ സാധനം നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അത് ട്രൈ ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഈ ചൗച്ചോ എന്ന് പറയുന്നത് ഒരു ഫ്രൂട്ട് അല്ല, അതൊരു വെജിറ്റബിൾ ആണ്. അങ്ങനെ ഞങ്ങൾ ഒന്ന് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുള്ളൂ. ഞങ്ങൾ എല്ലാവരും ഇത് ഷെയർ ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം 6 മണി കഴിഞ്ഞിട്ടുണ്ടേ. അപ്പോഴൊന്നും ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് പതുക്കെ ഓരോരോ ഭാഗത്ത് ലൈറ്റ് ഇങ്ങനെ ഓണായി വന്നുകൊണ്ടിരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു ആ സമയത്ത് ഇത് കാണാൻ. സോ ഇവിടെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് പോയത് നമ്മുടെ മെയിനായിട്ട് ലൈറ്റ് ഷോ ഉള്ള ഭാഗത്തേക്ക്. ഒരു ഫോട്ടോ എടുക്കാൻ പോലും നമുക്ക് ടൈമോ എന്താ പറയുക സൗകര്യം ഒന്നും കിട്ടില്ല. കാരണം ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക, നമ്മുടെ മുന്നിലൂടെ നടന്നുകൊണ്ടേയിരിക്കുക. അപ്പോൾ ലൈറ്റ് ഷോ സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ വന്ന് പോയവർക്ക് നല്ല സൗകര്യമായിരിക്കും കേട്ടോ ഫോട്ടോ എടുക്കാനൊക്കെ. അന്നൊന്നും ഇത്രയും തിരക്കുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോൾ ദാ സൂചി കുത്താൻ പോലും സ്ഥലമില്ല, അത്രയും നിറയെ ആൾക്കാരാണ്. എനിക്ക് സ്റ്റാർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ആ സമയത്ത് അത് കാണാൻ. പിന്നെ ഞങ്ങൾ കാണാൻ പോയത് നമ്മുടെ ചൈനീസ് ഡ്രാഗനെ കാണാനായിരുന്നു കേട്ടോ. ചൈനീസ് ട്രഡീഷണൽ ഡാൻസിൻ്റെ ഭാഗമായിട്ടുള്ള ഡ്രാഗൻ ഉണ്ടല്ലോ, അതിൻ്റെ അതേ ഷേപ്പിലാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒരു വെറൈറ്റി കേട്ടോ കാണുമ്പോൾ തന്നെ. ഇതിൻ്റെ ഒരു ടൈൽ ഒരു ഭാഗത്താണെങ്കിൽ അതിൻ്റെ ഹെഡ് കാണാൻ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് നടക്കണേ. അങ്ങനെ അത് കാണാൻ വേണ്ടി പോവാണ്. സോ അപ്പോൾ ഇതാണ് അതിൻ്റെ ഹെഡ് കേട്ടോ. കാണുമ്പോൾ ചെറിയൊരു പേരുണ്ടെങ്കിലും പക്ഷേ ഒരു വെറൈറ്റി അല്ലേ കാണുമ്പോൾ, നമ്മൾ അങ്ങനെ കാണാത്ത ടൈപ്പ്. പിന്നെ ലൈറ്റ് ട്രീസ് ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ, കുറേ എണ്ണം ഉണ്ടായിരുന്നു. അതിൽ തന്നെ ലൈറ്റ് പല ലൈറ്റ് തന്നെ മാറി വരുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പോകുമ്പം ഒരു ലയനുണ്ട്, ഒരു ആനയുണ്ട്. ഒക്കെ നല്ല ഭംഗിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് കുറേ മഷ്റൂംസ് ഉണ്ടായിരുന്നു. അതൊക്കെ ലൈറ്റൊക്കെ വെച്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയാണ് കേട്ടോ അത്. പോകുന്ന വഴിയിലൊക്കെ നല്ല ലൈറ്റ് വെച്ച് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. നേരെ തിരിച്ചു വരുമ്പോൾ തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. സമയം ഏകദേശം 8 മണി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വണ്ടിയായിട്ട് വന്നാൽ തന്നെ നമുക്ക് ട്രാഫിക് കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. തിരിച്ച് ഞങ്ങൾ സ്റ്റാൻഡ് വരെ നടന്നു കേട്ടോ. അങ്ങനെ ആ സമയത്ത് ബസ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടി. അങ്ങനെ ഏകദേശം ഒരു 8:30 ഒക്കെ ആയപ്പോൾ ഒരു ബസ് കിട്ടി. പക്ഷേ നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ ഫ്രണ്ട് സീറ്റിലായിരുന്നു ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. അതിന് പോകുന്ന വഴി പാർട്ടി പരിപാടി കൊണ്ട് കുറച്ചുകൂടി ബ്ലോക്കായി. അങ്ങനെ പ്രതീക്ഷിച്ചതിനേക്കാൾ ലേറ്റ് ആയിട്ടാണ് വീട്ടിലെത്തിയത്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.